ചേട്ടാ 2 ദിവസമായിട്ട് 2 ദിവസമല്ല കുറച്ച് ദിവസം മുന്നേ തുടങ്ങിയതാണ്. 2 ദിവസമായിട്ട് നമ്മുടെ ബാലതാരം മീനാക്ഷി ബാലതാരം എന്നാണല്ലോ നമുക്കും ഇഷ്ടം, അങ്ങനെയാണല്ലോ. കാരണം കൊച്ചിലെ മുതലേ എല്ലാവർക്കും മീൻസ് എല്ലാ മലയാളികൾക്കും ഒരു ഭയങ്കര ഇഷ്ടമായിരുന്നു മീനാക്ഷി. ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്, ഇഷ്ടത്തിലൊന്നും ഒരു കുറവുമില്ല. അപ്പം മീനാക്ഷിയുടെ ചില പോസ്റ്റുകൾ, അതായത് മീനാക്ഷി സ്വന്തം വാളിൽ ഇടുന്ന പോസ്റ്റുകൾ, അതായത് പക്ഷേ മീനാക്ഷി സ്വന്തം വാളിലിടുന്ന പോസ്റ്റുകളാണെങ്കിലും മീനാക്ഷി പറയുന്ന വാക്കുകൾ വളരെ കുറച്ചേ ഉള്ളെങ്കിലും കുറച്ച് ആഴത്തിലുള്ള വാക്കുകൾ പറയുന്നുണ്ട്. അതായത് സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട, അതായത് ഇപ്പോഴല്ല വളരെ കാലങ്ങൾക്ക് മുന്നേ ചർച്ച ചെയ്യപ്പെടേണ്ട വിഷയങ്ങൾ ഇപ്പോ മീനാക്ഷിയിലൂടെ പുറത്തു വരുന്നു എന്ന് പറയാം. ഇതിനു മുന്നേ ഒരാളത് പറഞ്ഞു, ആളെ അടിച്ചമർത്താൻ പറ്റുന്ന രീതിയിലൊക്കെ അമർത്തി. പക്ഷെ മീനാക്ഷി പറയുന്ന ഓരോ വാക്കുകളും മുന്നേ തൊട്ടേ ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യങ്ങളായിരുന്നു. പക്ഷെ മീനാക്ഷി അത് പറയാൻ ധൈര്യം കാണിച്ചു. അതിപ്പം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ മീൻസ് എന്താ പറയുന്നത്, എല്ലാവരും ഒരുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത വരുമ്പോഴത്തേക്കും ജാതി, വർണ്ണം, ഇതൊന്നും പാടില്ല, ഇത് പുതിയ തലമുറയാണെന്നൊക്കെ വാദിക്കുന്നവർ പോലും ഇപ്പോൾ മീനാക്ഷി ഇത് പറഞ്ഞപ്പോൾ മീനാക്ഷിയെ ആക്രമിക്കുന്ന ഒരു വിഭാഗമുണ്ട്. ഇപ്പം എന്തുകൊണ്ടായിരിക്കും? ഇപ്പോൾ നമ്മുടെ വി ശിവൻകുട്ടി, നമ്മുടെ മന്ത്രി പോലും അനുകൂലിച്ചു, പാഠ്യപദ്ധതിയിൽ മാറ്റം വരുത്തണം എന്ന് പറയുമ്പോൾ പോലും ഈ ഒരു പറഞ്ഞ വാക്കുകളെ ഭയങ്കര മോശമായ രീതിയിൽ, ഭയങ്കര ഭീഷണിയുടെ രീതിയിലാണ് ഇപ്പം മീനാക്ഷിക്കെതിരെ ഈ സൈബർ ആക്രമണം നടക്കുന്നത്. അത് ഒരു വിഭാഗം മാത്രം, ഒരു വിഭാഗത്തിന് മാത്രമാണെന്ന് തോന്നി ഈ ചൊറിച്ചിൽ ഇപ്പോൾ ഉള്ളത്. അപ്പം എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറണം, അല്ലെ ഈ ഒരു സിസ്റ്റത്തിൽ നിന്ന് പുറത്തു വരണമെന്ന് ഒരിക്കലും ഇവരൊന്നും ആഗ്രഹിച്ചിട്ടേ ഇല്ലേ? അതായത് എനിക്ക് തോന്നുന്ന ഒരു കാര്യം, ഇപ്പം ഈ ജാതിക്കും മതത്തിനും എതിരായിട്ട് കഴിഞ്ഞ ദിവസം മീനാക്ഷി ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റിനെതിരായിട്ടാണ് ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് സംഘപരിവാർ എന്ന് നമുക്ക് തീർത്ത് പറയേണ്ടി വരും. സംഘികൾ എന്ന്, അതാണ് ഞാൻ പറഞ്ഞ ഒരു വിഭാഗത്തിന് സംഘികൾ എന്ന് നമ്മൾ തീർത്ത് തന്നെ പറയേണ്ടി വരും. അവരാണ് മീനാക്ഷിക്കെതിരായി ഇത്തരത്തിലുള്ള ഒരു സൈബർ ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു മീനാക്ഷി ഇപ്പോഴുള്ള മീനാക്ഷിയുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ അവരുടെ ആ ഒരു ഏജ് കാറ്റഗറി വരുന്നവർ ചിന്തിക്കാത്ത തലത്തിലാണ് ഒരുപക്ഷെ മീനാക്ഷിയുടെ ആ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിന്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമായി നിരീക്ഷിക്കുന്ന ഒരാളായതുകൊണ്ടായിരിക്കാം ഈ സെയിം ഏജ് കാറ്റഗറിയിൽ നിന്ന് കുറച്ച് വിഭിന്നമായ രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഡെപ്തിൽ, ആഴത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുക, ആഴത്തിലുള്ള അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ തന്നെ ഒരു വക്കീൽ, നമ്മുടെ സ്വപ്ന സുരേഷിന്റെ ഒക്കെ വക്കീലായിട്ടിരിക്കുന്ന തനി സംഖ്യയായിട്ടുള്ള ഒരുത്തനുണ്ട്. അയാളാണെങ്കിൽ ഉടനെ പോസ്റ്റ് കാക്ക കൊത്തിക്കൊണ്ട് പോകാനുള്ളതാണ്. എന്താണ് അതിന്റെ അർത്ഥം എന്ന് മനസ്സിലായാലും അത് പറഞ്ഞല്ലോ. ഇന്നിപ്പോ അടുത്ത പോസ്റ്റ് വന്നിട്ടുണ്ട്, അതായത് ഷാജിയോ എന്തോ പറഞ്ഞിട്ടൊരു ദണ്ടയൊക്കെ പിടിച്ചു നിൽക്കുന്ന ഒരു DP ഒക്കെയാണ് വന്നിട്ടുണ്ട്. അതായത് ജമായത്തെ വിലക്കെടുത്തിരിക്കുന്നു, അതായത് ആദ്യം വേടനെ വിലക്കെടുത്തിരിക്കുന്നു, ഇപ്പൊ മീനാക്ഷിയെ വിലക്കെടുത്തിരിക്കുന്നു എന്ന് ഡയറക്റ്റ് പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് വരുന്ന പ്രശ്നം എന്താണെന്ന് അറിയാം, നമ്മുടെ ഉള്ളിൽ ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയുണ്ട്. ഇപ്പം വേടൻ എന്ന് പറയുന്ന ഒരാള് എന്തുകൊണ്ട് ഒരുപാട് വിമർശിക്കപ്പെട്ടു? സംഘപരിവാറാണ് തിരഞ്ഞു പിടിച്ചക്രമിച്ചത്. അയാളെ കഞ്ചാവ് വലിക്കാരനും അതോടൊപ്പം മയക്കുമരുന്നടിക്കാരനുമാണ് എന്ന് ഈ ശശികല എന്ന് പറയുന്ന ഒരാള് നാട് നീളെ പറഞ്ഞു കിടന്നു. എന്തുകൊണ്ട് ഇതൊക്കെ സംഭവിക്കുന്നു? ഒരാള് മദ്യപിക്കുക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ കലയെ ബാധിക്കുന്ന ഒരു വിഷയമൊന്നുമല്ല. അത് തെറ്റാണ്. മദ്യപിക്കുന്നത് ഒരു തെറ്റായി ഇന്നത്തെ സമൂഹത്തിൽ ആരും കാണുന്നൊന്നുമില്ല. അതൊരു സോഷ്യൽ ഡ്രിങ്കിങ് എന്ന് പറയുന്നിട്ട് ഇപ്പോഴും നമ്മുടെ സമൂഹത്തിൽ അനുവദനീയമായ ഒരു കാര്യമാണ്. ആ സാഹചര്യത്തിൽ പോലും വേടൻ പറയുന്ന വാക്കുകളോടാണ് അവർക്ക് പ്രശ്നം. ഇപ്പോഴും ഈ പറയുന്ന BJP അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികൾ നമ്മുടെ കേരളത്തിൽ പിടിമുറുക്കിയാൽ നമുക്ക് നേരിടാനിടയുള്ള ചില സാഹചര്യങ്ങളുടെ പ്രതിഫലനമാണ് ശരിക്കും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയിലൂടെ കാര്യങ്ങളെ നോക്കിക്കാണുക. അപ്പോൾ ആ സ്യൂഡോ ആയിട്ടുള്ള ആ ചിന്താഗതിക്ക് അപ്പുറത്തേക്ക് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ എറിഞ്ഞിടുക, അതാണ് അവരെ പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അതല്ല, അത്തരത്തിൽ ഈ പറയുന്ന വർഗീയതയ്ക്കെതിരായി സംസാരിക്കുക, ഹിന്ദു വർഗീയതയ്ക്കെതിരെ സംസാരിക്കുക, ഇവിടുത്തെ ജാതി വ്യവസ്ഥയ്ക്കെതിരെ സംസാരിക്കുമ്പോൾ അവർ ചിന്തിക്കുന്നത് അവർക്കെതിരെ പറയുകയാണെന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ തന്നെ നമുക്കറിയാമല്ലോ, ഒരു കേന്ദ്രമന്ത്രിയുണ്ട്. ഒരു കേന്ദ്രമന്ത്രി ഇന്ത്യൻ ഭരണഘടനയിൽ തൊട്ടുകൊണ്ട് അധികാരമേറ്റ ഒരു കേന്ദ്രമന്ത്രി ഇവിടെ നിന്ന് പ്രസംഗിച്ചത് എന്താ? എനിക്ക് അടുത്ത ജന്മത്തിൽ എനിക്ക് നമ്പൂരിയായി ജനിക്കണം, പൂണൂലിട്ട കുലത്തിൽ എനിക്ക് ജനിക്കണം എന്ന് പറയുന്ന ഒരാളാണ് ഇവിടുത്തെ ഒരു കേന്ദ്രമന്ത്രി. അയാള് പിന്നെ ഇന്ത്യൻ ഭരണഘടനയെ തൊട്ട് സത്യപ്രതിജ്ഞ ചെയ്ത ആ മനുഷ്യൻ പോലും ഇങ്ങനെയാ പറയുന്നത്. അപ്പൊ അതിന്റെയൊക്കെ അർത്ഥം എന്താ? പുള്ളി ഇപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പുള്ളി ഒരാൾക്ക് ഷേക്ക് ഹാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ സാനിറ്റൈസർ ഇട്ട് കൈ നന്നായിട്ട് വാഷ് ചെയ്യും.
ഇപ്പൊ ഒരു സദ്യക്ക് ഇരിക്കുന്ന സമയത്ത് ആ സദ്യക്ക് ഒരാളെ പപ്പടം കൊണ്ട് കൊടുത്തു, ആ പപ്പടത്തിന്റെ ആ മനുഷ്യൻ അതായത് തൊട്ട ഭാഗം ഒടിച്ചു കളഞ്ഞിട്ട് ബാക്കിയെടുത്ത് കഴിക്കുന്നു. എന്നിട്ട് തന്റെ എച്ചിൽ തിന്നാനുള്ള ഒരാളാണെന്നുള്ള നിലയിൽ കെ സുരേന്ദ്രന്റെ കയ്യിലേക്ക് താൻ കഴിക്കാനുള്ള പപ്പടം എടുത്ത് കൊടുക്കുന്നു. ഇതൊക്കെ ഈ പറയുന്ന ഈ ഫ്യൂഡലിസ്റ്റിക് ചിന്താഗതിയുടെ അല്ലെങ്കിൽ വരേണ്യ മേധാവിത്വത്തിന്റെ പ്രതിഫലനങ്ങളാണ്. അപ്പം ഈ പെൺകുട്ടി പറഞ്ഞത് മതത്തിനെതിരായി സംസാരിച്ചിട്ടുണ്ട്. മതത്തിനെതിരെ ഹിന്ദു മതത്തിനകത്ത് നടക്കുന്ന വർഗീയതയ്ക്കെതിരായി സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ അവർ മൗമൂദിക്കാര് അല്ലാന്നുണ്ടെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാര് തീവ്രവാദികൾ ഈ പെൺകുട്ടീനെ അങ്ങ് എടുത്തു എന്നുള്ള ചിന്താഗതിയാണ്. ഉപദേശമാണ്, അതായത് തിരിച്ചു വരൂ. അതായത് മീനാക്ഷിയുടെ കാസ്റ്റ് വെച്ചിട്ട് മീനാക്ഷിയെ എന്താ ഇവർക്ക് സംരക്ഷിക്കുകയും വേണം. അതായത് കെയറിങ്, അതായത് തിരിച്ചിങ്ങി വരണേ, വരൂ മകളെ, കാര്യം നീ ഹിന്ദു അല്ലേ, ഹിന്ദു അല്ലേ, വേറെ ഉയർന്ന ജാതിപ്പെട്ടവളല്ലേ, നീ ഇതൊന്നും പറയാൻ പാടില്ല, നീ പറയേണ്ടതല്ല ഇത് എന്നാണ് ഇവര് പറഞ്ഞു വെക്കുന്ന. അതാണ് അതായത് ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു നാണോ ഇല്ലാതെ പബ്ലിക്കായിട്ട് അങ്ങ് പറയുക. ഈ ജാതി പറയുക എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇപ്പോ നമുക്കറിയാം, ഇടയ്ക്ക് ഒരു സമയമുണ്ട്, എനിക്ക് തോന്നുന്നു ഈ പുരോഗമനപരമായി ആൾക്കാർ ചിന്തിച്ചു തുടങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. അതായത് ഇടതുപക്ഷത്തിന്റെ ഒരു വലിയ വളർച്ച ഉണ്ടായൊരു കാലം. ആ ഇടതുപക്ഷത്തിന്റെ ആ വളർച്ചയും അതോടൊപ്പം തന്നെ ആൾക്കാരെല്ലാം ഈ കുട്ടികൾ അടക്കം, അതായത് ഒരു ചെറുപ്പക്കാര്, എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് മുദ്രാവാക്യം വിളിച്ച് ഒരു പുരോഗമന പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വന്നിട്ടുള്ള ആൾക്കാരാണ് ഞങ്ങളുടെയൊക്കെ ഒരു തലമുറ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഇങ്ങോട്ട് നോക്കൂ, നമ്മൾ 2K എന്നൊക്കെ വിളിച്ചുകൊണ്ട് ആരെ അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്ന ഒരു പ്രശ്നമല്ല. ആ 2Kയിലേക്ക് എത്തിക്കഴിയുമ്പോൾ 2000-ന് ശേഷമുള്ള കുട്ടികൾ പലർക്കും അപൂർവമായി മാത്രമാണ് ഈ രാഷ്ട്രീയം എന്ന് പറയുന്ന സൂക്കേട് പിടിവിടുന്നത്. അല്ലാത്തവരെല്ലാം അരാഷ്ട്രീയവാദികളായി, എങ്ങും താല്പര്യമില്ലാതെ, എന്തിനേറെ പറയാം സമ്മതിദാനാവകാശം പോലും വിനിയോഗിക്കേണ്ട, എന്തിനാണ് ഞാൻ വോട്ട് ചെയ്തിട്ട് ഇവിടെ സർക്കാരിനെ ഉണ്ടാക്കുന്നത് എന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അങ്ങനെ വരുന്ന അരാഷ്ട്രീയവാദികളായ ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരിലേക്ക് ചെലുത്തിക്കൊണ്ടിരിക്കുന്ന വിഷം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വർഗീയതയുടെ ഒരു വിഷം അവരുടെ ഉള്ളിലേക്ക് വരുന്നുണ്ട്. ഞങ്ങൾ എന്തോ കൂടിയ ജാതിപ്പെട്ടവരാണ്, നമ്മൾ ഹിന്ദുക്കൾ എന്ന് പറഞ്ഞാൽ കൂടെ നിൽക്കണം, ബാക്കിയുള്ളവരെ എല്ലാം നമ്മൾ ചവിട്ടി പുറത്താക്കേണ്ടവരാണ് എന്നുള്ള ഒരു തെറ്റായ സന്ദേശം ഇവരിലേക്ക് പകർന്നു കൊടുക്കാൻ ചില സംഘടിതമായ ശ്രമം ഈ നാട്ടിൽ നടക്കുന്നുണ്ട്, ഈ ശാഖകളിലൂടെ നടക്കുന്നുണ്ട്. അപ്പൊ ഇത് ജനങ്ങളിലേക്ക്, ഈ കുട്ടികളിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഇവർ സ്വാഭാവികമായിട്ട് ചിന്തിക്കുന്നത് എന്താ, മറ്റു മതങ്ങൾ തെറ്റാണ്, ഹിന്ദു മതം മാത്രമാണ് കറക്റ്റ് എന്ന് പറയുന്ന ഒരു ചിന്താഗതിയിലേക്ക് പോകുന്നു. അങ്ങനെ വരുന്ന ഒരുപാട് കുട്ടികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അതൊരു വലിയ വിപത്ത് തന്നെയാണ് ശരിക്കും. അവരെ പറഞ്ഞു മാറ്റാനോ, ഞങ്ങളുടെയൊക്കെ തലമുറയിൽ അങ്ങനെ തന്നെയായിരുന്നു. ഒരു പ്രതിഷേധം ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെ വിളിച്ച് എവിടെന്നെങ്കിലും ഒരു യൂണിറ്റിന്ന് വിളിച്ച് പറയുകയാണ്, അല്ലെങ്കിൽ യൂണിറ്റ് കമ്മിറ്റിന്നോ അല്ലെങ്കിൽ മേലെ കമ്മിറ്റിന്നോ നമുക്കൊരു നിർദ്ദേശം കിട്ടുക, അതാണ്ട് ഇന്ന സമയത്ത് ഇത്ര മണിക്ക് ഇത്ര ആൾക്കാരെ കൂട്ടിയിട്ട് നിങ്ങളൊരു പ്രതിഷേധ പ്രകടനത്തിന് ഇറങ്ങണമെന്ന് പറഞ്ഞാൽ വിത്തിൻ എ മിനിറ്റ്, അന്ന് ഈ പറയുന്ന പോലെ ഫോൺ കോളിന്റെ ഒന്നും അതിപ്രസരമൊന്നുമില്ല, ഫോണുകൾ വളരെ കുറവാണ്, പോയി കണ്ട് സംസാരിക്കുക, നോട്ടീസ് നടത്തുക എന്നായിരുന്നു അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ നോട്ടീസുമായിട്ട് ഇറങ്ങുകയാണ്, ഒരു സൈക്കിൾ എടുത്തുകൊണ്ട് ഇറങ്ങി ആരെയൊക്കെ കാണണം അവരെല്ലാം കണ്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഒരു ജാഥയ്ക്കുള്ള ആൾക്കാരെ കൂട്ടാൻ കഴിയും, 10-25 പേരെയൊക്കെ അറ്റ് എ ടൈം കൂട്ടാൻ കഴിയും. ഇന്നത്തെ സാഹചര്യത്തിൽ അത് നടപ്പില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇവരുടെ എല്ലാം തലച്ചോറിനെ ഈ പറയുന്ന സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള കുറേയധികം തെറ്റിദ്ധാരണജനകമായ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അവർക്കിന്ന് നമുക്കറിയാം, ഇപ്പം യൂണിവേഴ്സിറ്റി കോളേജിൽ എന്താ ഉണ്ടായ, കേരള യൂണിവേഴ്സിറ്റിയിൽ ഒരു ദളിതനായ ഒരു വിദ്യാർത്ഥി സബ്മിറ്റ് ചെയ്ത തീസിസ് പോലും അതിന്റെ പേര് തള്ളിക്കളയുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നില്ലേ? അവനെ ഏത് രീതിയിലാണ് അധിക്ഷേപിച്ചത്? സംസ്കൃത ഡിപ്പാർട്ട്മെന്റ് അയാളുടെ സാന്നിധ്യം കൊണ്ട് അശുദ്ധമായി തീർന്നു എന്നൊരു അധ്യാപിക പറയുകയാണ്. ഒന്ന് ആലോചിച്ചു, എവിടം വരെ എത്തി നിൽക്കുന്നു നമ്മളുടെ ഉള്ളിൽ കിടക്കുന്ന വരേണ്യ ചിന്താഗതി എന്നാണ് നമ്മൾ ഇവിടെ ആലോചിക്കപ്പെടേണ്ടത്. അപ്പോ അങ്ങനെ വരുമ്പോൾ ഇതിനെതിരായി ഇത് എങ്ങോട്ടാണ് പോകുന്നത് അതാണ് മനസ്സിലാവാത്തത്. പഴയ ഒരു ജാതി സമ്പ്രദായത്തിലോട്ട് നമ്മൾ തിരിച്ചു പോകുന്ന ഒരു അവസ്ഥ അത് പോണമെന്നാണ് ഇപ്പോഴും ഇവർ പറയുന്നത്. ഇവര് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണെന്നേ, പഴയ തലത്തിലേക്ക്. ഇപ്പൊ അതിനെതിരായി ഈ പറയുന്ന ജാതി വ്യവസ്ഥക്കെതിരായി ഒരാൾ മിണ്ടിക്കഴിഞ്ഞാൽ അയാൾ ഉടനെ മൗമൂദിയായി മാറും, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയായി മാറും, അല്ലെങ്കിൽ SDP-കാരനോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആയി മാറും, അല്ലെങ്കിൽ അവർക്ക് കുടപിടിക്കുന്നവരായി മാറും. ഇതാണ് ഇന്നത്തെ തലമുറ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിപ്പം ആദ്യം ഈ ഒരു ആവശ്യം, അതായത് ഈ പട്ടികയിൽ നിന്ന് എന്തുകൊണ്ട് അവരെ ഈ തൊട്ടുകൂടാത്തവർ എന്ന് എന്തുകൊണ്ട് ഗോത്രവർഗക്കാരെ പറയുന്നു, ഇത് ആരാണ് ഇങ്ങനെ ആക്കിയത് എന്നുള്ള ഒരു ചോദ്യമാണ് അന്ന് ആദ്യത്തെ മീനാക്ഷിയുടെ പോസ്റ്റ് എന്ന് പറഞ്ഞത്. അത് വന്ന സമയത്ത് അന്ന് ആർക്കും അധികം പ്രതികരിക്കാൻ പറ്റിയില്ല. കാരണം ഇത് പ്രതികരിക്കാൻ പറ്റാതെ പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുന്നത്, മീനാക്ഷിയുടെ ഇച്ചിരി ഉയർന്ന മീൻസ് ഞാൻ ജാതീയപരമായിട്ട് താഴ്ചയും മുകളിലും ഇതൊന്നും പറയല്ല, പക്ഷെ അങ്ങനെ ആണല്ലോ അവരുടെ കൺസെപ്റ്റ്. അപ്പം
ഉയർന്ന ജാതി നിൽക്കുന്നതുകൊണ്ട് മീനാക്ഷിയെ ഒന്നും പറയാൻ പറ്റാത്ത ഒരു ഇതിലിങ്ങനെ ഇവര് ഒന്ന് സ്റ്റക്കായി നിന്ന സമയത്താണ് കഴിഞ്ഞ ദിവസം മീനാക്ഷി വേറൊരു പോസ്റ്റ് ഇട്ടു, അതായത് ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വിഷയത്തെ എടുത്ത്. അപ്പൊ എന്ത് ചെയ്തു, അന്ന് ഇന്ത്യനും മിണ്ടാതിരുന്നവരെല്ലാം കൂടെ അതിനോട്ട് കയറിയിട്ടവർ ആക്രമിച്ചു. എന്നിട്ടും പറ്റുന്നില്ല, അതായത് ചിലർക്ക് അങ്ങ് ഇരുന്ന് പറ്റുന്നില്ല, കയ്യോ അവർക്ക് അവരുടെ ഒരു പ്രശ്നമാണ് ഈ ഫെമിനിസത്തെ കുറിച്ച് ആ കുട്ടി സംസാരിക്കരുത്. ഫെമിനിസം എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കാന്നറിയോ, ഇത് ഈ ഫെമിനിസ്റ്റുകളെല്ലാം ഇവരിപ്പം വിളിക്കുന്ന ഒരു പേരുണ്ട്, ഫെമിനിച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ഈ ഫെമിനിച്ചി എന്ന് പറയുന്നത് എന്തിനാണ് അവർ അങ്ങനെ സംബോധന ചെയ്യുന്നത്? അതായത് അല്ലെ ഇപ്പൊ ഞാൻ ഈ അടുത്തിടയ്ക്ക് ഒരു സംഭവം കണ്ടു, ഒരു ഇൻസ്റ്റയില് ഇങ്ങനെ ഒരു ട്രെൻഡിങ് ആയിട്ട് നിന്നൊരു സംഭവം ഉണ്ട്. അതായത് ഈ ആഫ്റ്റർ ഡിവോഴ്സിന്, അതായത് ആഫ്റ്റർ ഡിവോഴ്സ് ബിഫോർ ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഫോട്ടോസ് ഇടുന്ന ഒരു ട്രെൻഡ് കുറച്ച് നാൾ മുന്നേ ഉണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു പെൺകുട്ടി ഒരു ഫോട്ടോ ഇട്ടു, അതായത് കല്യാണ ഡിവോഴ്സിന് മുന്നേ ഉള്ള ഫോട്ടോയും അതിന് ശേഷമുള്ള കുറച്ച് പേര്. അതിനടിയിൽ വന്ന കമന്റുകൾ കാണണം. അപ്പൊ ഇതിനിടയിൽ വന്ന കമന്റുകൾ മൊത്തം പുള്ളിക്കാരി ഫെമിനിസ്റ്റാ. അതാണ് ഡിവോഴ്സായി ഒറ്റയ്ക്ക് ജീവിക്കും, പുള്ളിക്കാരി ഫെമിനിസ്റ്റ് ആണ്. അല്ലെങ്കിൽ അതിന് വേറെ കുറച്ച് വേർഡ്സ് അതിനകത്ത് ഉണ്ടായിരുന്നു, അതിപ്പോ ഇങ്ങനെ പറയാൻ പറ്റത്തില്ല. അതിനകത്ത് കൂടുതൽ ഫെമിനിസ്റ്റ്, അപ്പോഴത്തേക്കും ഫെമിനിസ്റ്റ് ആയി കഴിഞ്ഞു. അപ്പൊ ഇവരുടെ ഈ ഫെമിനിസ്റ്റ് എന്ന് പറയുന്ന ഇവരുടെ ഈ ഒരു കൺസെപ്റ്റ് ഇവർ എന്താണ് മനസ്സിലാക്കിയേക്കുന്നത്? ഇവര് മനസ്സിലാക്കിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഈ ഫെമിനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരുഷ മേധാവിത്വത്തെ അടിച്ചമർത്താൻ വേണ്ടി സ്ത്രീകൾ ഉണ്ടാക്കുന്ന ഒരു കൂട്ടായ്മ. ആ സ്ത്രീകളെ എന്നാൽ നേരായ മാർഗത്തിൽ നടക്കുന്ന സ്ത്രീകളല്ല അങ്ങനെ ഈ ഫെമിനിസ്റ്റുകളായി മാറുന്നതെന്നും ഇവര് ഇമ്മോറലായിട്ട് അല്ലെങ്കിൽ അബദ്ധ മാർഗത്തിൽ സഞ്ചരിക്കുന്നവരാണ് ഇത്തരം സ്ത്രീകൾ എന്നുമുള്ള ഒരു ധാരണ ഈ പറയുന്ന ആൾക്കാരുടെ മനസ്സിലുണ്ട്. അതെന്തുകൊണ്ടാണ് ചോദിച്ചാൽ സ്ത്രീകൾ സ്വാതന്ത്ര്യം അർഹതി എന്ന് പറയുന്ന ആ ഒരു വേർഡിങ്ങിലാണ് ഇവർ ഇപ്പോഴും പിടിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഇടുങ്ങിയ ചിന്താഗതി എന്ന് ഞാൻ പറയുള്ളൂ. ഇപ്പം ഒരു പെൺകുട്ടി എന്തുകൊണ്ട് ഡിവോഴ്സ് ആവുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഭർത്താവുമായി ഒരുമിച്ച് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യം. എന്തിന് രണ്ടുപേരുടെ ലൈഫ് കളഞ്ഞു കുളിക്കണം? സ്വാഭാവികമായി ഉണ്ടാകുന്നൊരു ചിന്തയാണത്. അതുകൊണ്ട് ആ ഒരു ചിന്തയിൽ നിന്നാണ് ഡിവോഴ്സിലേക്ക് പോകുന്നത്. അതായത് രണ്ടുപേര് തമ്മിൽ വിവാഹം എന്ന് പറയുന്നത് ലൈഫ് ലോങ് ആയിട്ട് എടുക്കുന്ന ഒരു കമ്മിറ്റ്മെന്റ് ആണ്. ആ കമ്മിറ്റ്മെന്റിൽ ഈ പറയുന്ന എവിടെയെങ്കിലും ഒരു പെശകുണ്ടായി കഴിഞ്ഞാൽ ആ താളപ്പിഴവ് കൊണ്ട് നമ്മളൊരു ആജീവനാന്ത കാലം ഒരു 50 വർഷക്കാലം അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിച്ചിരിക്കുമെങ്കിൽ എന്തിനത്രയും കാലം കടിച്ചു തൂങ്ങി കിടക്കണം? അവർക്ക് അവരുടേതായ സ്വാതന്ത്ര്യങ്ങളില്ലേ? ഒരു സ്ത്രീക്ക് എന്താ ഈ നാട്ടിൽ സ്വാതന്ത്ര്യമില്ലേ? ഈ സ്ത്രീക്ക് ഇവിടുത്തെ പൊതുവായിട്ടുള്ള ഇടങ്ങളിൽ സംസാരിക്കാനുള്ള അവകാശമില്ലേ? ഒരു സ്ത്രീക്ക് പൊതുവിഷയങ്ങളിൽ ഇടപെടാനുള്ള അധികാരമില്ലേ? ഏതൊരാണും ചെയ്യുന്ന കാര്യങ്ങൾ ഒരു പെണ്ണിന് ചെയ്യാൻ സാധിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു പബ്ലിക്കില് ഇപ്പം നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം ദ്രൗപദി മുർമു എന്ന് പറയുന്ന ഒരാളാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി സ്ഥാനത്തിരിക്കുന്നത്. അതേ രാഷ്ട്രപതി തന്നെ ഈ പറയുന്ന BJP-ക്കാരെടുത്ത് ഉയർത്തിക്കൊണ്ട് നടക്കുന്ന ഉന്നതകുല ജാഥയാണോ? ദ്രൗപദി മുർമു എന്ന് പറഞ്ഞ ഇന്ത്യയുടെ പ്രഥമ വനിത അല്ലെങ്കിൽ പിന്നെ ഒന്നാം പൗര എന്നൊക്കെ വിളിക്കും. പിന്നെ ഫസ്റ്റ് സിറ്റിസൺ എന്ന് പറയുന്ന ഒരു ദ്രൗപദി മുർമു ഒരു സ്ത്രീയാണ്. ഈ പറയുന്ന ഉന്നതകുല ജാഥയുമല്ല. എന്തുകൊണ്ടാണ് ഇവരാരും ദ്രൗപദി മുർമുവിനെ അറ്റാക്ക് ചെയ്യാൻ പോകാത്തത്? എന്താ ദ്രൗപദി മുർമുവിനെ അങ്ങനെയാണെങ്കിൽ ഫെമിനിച്ചി എന്ന് വിളിക്കണം? ഇവരുടെ ഒരു സ്റ്റാൻഡേർഡ് വെച്ചിട്ടാണെങ്കിൽ ഇവർ അങ്ങനെ വിളിക്കണ്ടേ? എന്തുകൊണ്ടാണ് വിളിക്കാത്തത്? കാരണം എന്താണ്? അവര് നോക്കുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെയും ഇവർക്ക് വേറൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ, പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് കൂടി അവർ പരിഗണിക്കുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ദ്രൗപദി മുർമുവിനെ അവരൊന്നും വിളിക്കാത്ത നമ്മുടെ രാഷ്ട്രപതിയെ. അല്ലെങ്കിൽ അവരതും വിളിച്ചേനെ, അല്ലെങ്കിൽ വിളിച്ചേനെ ഈ പറയുന്ന സംഘികള്. അതാണ് അത്രയ്ക്ക് വിവരമില്ലായ്മയാണ് സംഘികളുടെ മുഖമുദ്ര എന്ന് പറയുന്നത്. അവർ വിളിക്കും, ഷുവറാണ്. പക്ഷെ ഈ പറയുന്ന ഒരാൾ നമ്മുടെ കേരളത്തിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ രീതിയിൽ എന്തിനെങ്കിലും ഇത് പ്രതിഷേധിച്ചാൽ ആ സ്പോട്ടിൽ അവരെ ഈ പറയുന്ന പേരുകൾ കൊണ്ട് വിളിച്ചിരിക്കും. 100% ഉറപ്പാണ്. ഇപ്പൊ ഈ പറയുന്നത് മീനാക്ഷിയെ ഇവരൊന്ന് വല്ലാതെ വലിച്ചു കീറാത്തതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനാക്ഷിയുടെ കാസ്റ്റ് വെച്ചിട്ടാണ് അവര് വല്ലാതെ ഉണ്ട്. എന്നിട്ടും നമ്മൾ ഉപദേശിച്ചു കൊടുക്കുകയാണ്, അയ്യോ മോളെ അങ്ങനെ പറയല്ല, നീ പറയേണ്ടതല്ല അത് എന്ന് പറഞ്ഞു. മീനാക്ഷി ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ തന്നെ മീനാക്ഷി പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. എനിക്ക് ഡിഗ്രിക്ക് പറ്റുമെന്ന് തോന്നുന്നു. ആ കുട്ടിയുടെ അറിവും ആ കുട്ടി ഈ ലോകത്ത് നിന്ന് പഠിച്ചിട്ടുള്ള കാര്യങ്ങളും വെച്ചുകൊണ്ടാണ് മീനാക്ഷി ഓരോ പോസ്റ്റുകൾ എഴുതുന്നത്. കൃത്യമായി അത് കുറിക്ക് കൊള്ളേണ്ട രീതിയിൽ തന്നെ ആ ഓരോ ചെറിയ വാക്കുകളാണെങ്കിൽ തന്നെയും വളരെ വിശാലമായ അർത്ഥ തലങ്ങൾ അതിനകത്തുണ്ട്. ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഇരിക്കുന്ന കുട്ടി കൂടിയാണ്. അപ്പം പല സംഘികളും വിചാരിച്ചിരിക്കുന്ന ഈ കുട്ടി അത് ഉന്നത കുലത്തിൽപ്പെട്ടതാണ്. നമ്മുടെ ദേവനന്ദയ്ക്കിട്ടുമുണ്ട്, വേടനിട്ടുമുണ്ട് ഒക്കെ. അതായത് ശരി, അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നവരൊക്കെയും ഇവര് എന്തോ പിന്നെ മോശപ്പെട്ട ആൾക്കാരാണ്. അവര് ഈ പറയുന്ന പിന്നെ
അവര് അഭിപ്രായം തുറന്ന് പറഞ്ഞ മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാൽ അവര് മതേതരത്വം പറയുന്നവർ ഇവിടെ മൗമൂദികളായി മാറും, ഇവിടെ മുസ്ലിങ്ങളായി മാറും, അതല്ലെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മുസ്ലിം തീവ്രവാദികളായി മാറും. ആ മതേതരത്വം നമ്മൾ മിണ്ടരുത്. അതേസമയം ഹിന്ദു വർഗീയത നമുക്ക് പ്രസംഗിക്കാം, ഒരു കുഴപ്പമില്ല. നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ 100ലധികം ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പൊ ഈ മീനാക്ഷി തന്നെ ഒരു ഹിന്ദു വർഗീയത നിറഞ്ഞു നിൽക്കുന്ന ഒരു പോസ്റ്റ് ഇട്ടെ ഇവരെല്ലാം കൂടി ഇപ്പൊ എടുത്തു വെച്ചങ്ങ് വാഴ്ത്തും. ഇത് ഇവരുടെ ഒരു ട്രെൻഡാ. അല്ലെങ്കിൽ ജാതീയത, ഞാൻ ഇന്ന ജാതിയിൽപ്പെട്ടതാണ്, അതുകൊണ്ട് എന്റെ നാട്ടിൽ ഈ പറയുന്ന കൃഷ്ണകുമാർ പണ്ട് പറഞ്ഞ പോലെ എന്റെ വീട്ടിൽ ഇപ്പോഴും പണിക്കാർ വന്നു കഴിഞ്ഞാൽ ഞാൻ എന്റെ പിന്നാമ്പുറത്ത് കുഴി കുത്തി കഞ്ഞി കൊടുത്തുകൊണ്ടിരിക്കുകയാണെന്ന് മീനാക്ഷി ഒരു വാക്ക് എഴുതട്ടെ, എടുത്തുയർത്തിക്കൊണ്ട് നടക്കാൻ ഇവിടെ ആളുണ്ടെന്നേ. കാര്യം ഇവന്മാരെല്ലാം ആ മാനസികമായ സ്ലേവറി എന്ന് പറയും, അതിന് അടിമപ്പെട്ട് കിടക്കുന്നവര്, മാനസികമായ അടിമത്വം. ഇപ്പോഴും ഈ ഏതെങ്കിലും ഉന്നത കുല ജാതിനെ കണ്ടു കഴിഞ്ഞാൽ നട്ടല് വളഞ്ഞു പോകുന്നവന്മാരെല്ലാം, അതിനകത്ത് ഒരു തർക്കവും ഇല്ല, നട്ടല് വളയും. അതുകൊണ്ടാണല്ലോ സുരേഷ് ഗോപിയുടെ മുമ്പിൽ പോയി ഓച്ചാനിച്ചിരിക്കേണ്ട ഗതികേട് ഇവർക്കുണ്ടാകുന്നത് അല്ലെ. അങ്ങനെ നട്ടല് വളയ്ക്കുന്നവന്മാരാണെന്നേ ഈ ഇവിടെ വരുന്ന സംഖ്യകളെല്ലാം, അവരുടെ പൊതു സ്വഭാവം അങ്ങനെ. അപ്പൊ അതുകൊണ്ട് ഇവരാരും നന്നാവുമെന്നുള്ള ലക്ഷണമൊന്നുമില്ല. പിന്നെ മീനാക്ഷിയോട് പറയാനുള്ളത്, ഇങ്ങനെ കുറെ എണ്ണം ഉണ്ടാവും, ഇതിനെ ഒന്നും നമ്മൾ മൈൻഡ് ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് മീനാക്ഷിയോട് പറയാനുള്ളത്. മീനാക്ഷിയുടെ വാക്കുകളൊക്കെ വളരെ ഗംഭീരമായ വാക്കുകളാണ്, വളരെ നന്നായി നല്ല അർത്ഥ തലങ്ങൾ ഉൾക്കൊള്ളുന്ന വാക്കുകളാണ്, എഴുത്തുകളാണ്. അത് ഇനിയും തുടരുക. ആർക്കൊക്കെ കുരു പൊട്ടുമോ നമുക്ക് പിന്നെ നോക്കി കാണാം.